ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഏട്ടൻ ചെന്നൈക്ക് പോയിട്ട് അപ്പോൾ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനുണ്ടായിരുന്നേ. അപ്പോൾ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്നു. അപ്പോൾ തുമ്പിമോളെ കൊണ്ടുപോയില്ല എന്നുള്ള സങ്കടത്തിലാണ് കേട്ടോ, ദേഷ്യപ്രകടനമാണ് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മഴ പെയ്ത കാരണം ഫുള്ള് ചെടികളിലൊക്കെ ഇങ്ങനെ ഓരോ പുല്ലുകൾ മുളച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറക്കിയാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് നല്ല ചെടികളുണ്ട് കേട്ടോ, സൈഡിലും ഫ്രണ്ടിലായിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഹെൽമെറ്റ് പുറത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാണ് കേട്ടോ. അപ്പം ഞാൻ ഫോൺ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഓടി പോവാണ്. രാവിലെ നേരത്തെ പോയ കാരണം അടിച്ചൊരു തുടയ്ക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പണികൾ നോക്കുകയാണ് കേട്ടോ, അടിച്ചൊരു തുടയ്ക്കാനൊക്കെ നോക്കുകയാണ്. ഫോൺ തരത്തിൻ്റെ ദേഷ്യപ്രകടനമാണ് കേട്ടോ, അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ അടിച്ചു തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഗേറ്റ് അടച്ചിടണം, അല്ലാന്നുണ്ടെങ്കിൽ പട്ടിയോള് വരും. അപ്പോൾ ഇന്നലെ തിരുമ്പിട്ട തുണികളൊക്കെ കുറേ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കുകയാണ്. ഇപ്പോൾ ഈ മഴ പെയ്യണ കാരണം പെട്ടെന്ന് ഉണങ്ങണില്ല. അപ്പോൾ ഇതിനെ തുമ്പിമോളുടെ ബൊമ്മയാണ് കേട്ടോ. ഈ ബൊമ്മേനോട് പാപ്പാന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാറ്. അപ്പോൾ പാപ്പ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് എന്താന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ ഉച്ചത്തെ ഡ്യൂട്ടി അമ്മയ്ക്കാണ് കേട്ടോ. രാവിലെ ഏട്ടൻ പോണതുകൊണ്ട് പൊതിച്ചോറും ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേ, അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ചെറിയൊരു മടി. അപ്പോൾ അമ്മ എല്ലാം ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മീൻകറി, മീൻ വറുത്തത്, അതിനിടയ്ക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തേക്കുള്ള ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫോണൊക്കെ എടുത്ത് ചിപ്സൊക്കെ കയ്യിൽ പിടിച്ച് വന്നു. അപ്പോഴാണ് നെറ്റിലൊരു കുരു വന്നിട്ടുണ്ട് ഗൈസ്, ഒരു യമണ്ടൻ കുരു വന്നിട്ടുണ്ട്. നല്ല ചൂടുകുരാന്ന് തോന്നുന്നു, റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാ.